ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓമിക് ആൻഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. നമ്മൾ ഓംസ് ലോ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓംസ് ലോയിൽ നിന്നുള്ള ഡീവിയേഷനുകളും പഠിച്ചു. അപ്പോൾ ഓംസ് ലോ അനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ or device is equal to a constant R into I. എപ്പോഴും ഓംസ് ലോ ഒബേ ചെയ്യുന്ന തരം കണ്ടക്ടേഴ്സിനെയാണ് ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓംസ് ലോ ഒബേ ചെയ്യാത്ത തരം കണ്ടക്ടേഴ്സിനെയാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാർ ചെയ്യാത്ത ആൾക്കാർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഈ ഇക്വേഷൻ എല്ലാവരും ഒബേ ചെയ്യും. ഓമിക് ആയാലും നോൺ ഓമിക് ആയാലും വി ക്യാൻ അപ്ലൈ ദിസ് ഇക്വേഷൻ. പക്ഷെ അതിനകത്ത് ആറ് കോൺസ്റ്റൻ്റ് ആണോ അല്ലയോ എന്നതിനനുസരിച്ചാണ് ഓമിക് നോൺ ഓമിക് എന്നീ രണ്ട് ക്ലാസ്സുകളിലായിട്ട് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ സാധാരണ മെറ്റലുകൾ നല്ല കണ്ടക്ടേഴ്സാണ്. അവയുടെ കേസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആർ ഇസ് എ കോൺസ്റ്റൻ്റ് ആൻഡ് ദെയർഫോർ മെറ്റൽസ് ആർ ഓമിക് കണ്ടക്ടേഴ്സ്. അവർ ഓമിക് കണ്ടക്ടേഴ്സാണ്. അതേ സമയത്ത് നമ്മൾ ഡീവിയേഷൻസ് ഫ്രം ഓംസ് ലോയിൽ പഠിച്ച എക്സാമ്പിൾസ് ആയ ഡയോഡ്, ടണൽ ഡയോഡ്, അതേപോലെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാൻസിസ്റ്ററുകൾ, ഇങ്ങനെയുള്ള സെമി കണ്ടക്ടർ ഡിവൈസുകൾ ഈ ഇക്വേഷൻ അവ ഒബേ ചെയ്യുമെങ്കിൽ പോലും അവയുടെ കേസിൽ ആറിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഈവൺ ഇഫ് ടെമ്പറേച്ചർ റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പോലും ആറിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. അത്തരം കറണ്ട് കടത്തിവിടുന്ന, വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏത് തരം കണ്ടക്ടർ ആയാലും വെദർ ദ കണ്ടക്ടർ ഈസ് ഓമിക് ഓർ നോൺ ഓമിക്, ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ്, ബട്ട് ദ വാല്യൂ ഓഫ് ആർ is a constant only in the case of ohmic conductors. In the case of non-ohmic conductors, the value of R does not remain a constant, even if temperature remains a constant. അത് ക്ലിയർ ആയിരുന്നുണ്ടായിരിക്കും. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് പവർ. കഴിഞ്ഞ വർഷം മെക്കാനിക്സിലെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. Work done in 1 second or energy consumed in 1 second is known as power. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ചെലവഴിക്കപ്പെടുന്ന എനർജിക്ക് വിളിക്കുന്ന പേരാണ് പവർ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓംസ് ലോ പഠിച്ച സമയത്ത് കണ്ടക്ടേഴ്സിൻ്റെ കേസിലായിരുന്നു ഓംസ് ലോ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. റെസിസ്റ്റൻസ് ഉള്ള വസ്തുക്കളെ അതൊരു ബൾബ് ആകാം, ഒരു ഇസ്തിരിപ്പെട്ടി ആവാം, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഉപകരണം, വീട്ടിലുള്ള ഏത് ഉപകരണമാവാം, മിക്സി ആവാം, ഇലക്ട്രിക് മോട്ടറുകളാവാം, എല്ലാത്തിനും റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസിൻ്റെ സിമ്പൽ ഇതാണ്. ഈ സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് റെസിസ്റ്റൻസിനെ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മളൊരു കണ്ടക്ടർ എന്ന് പറയുന്ന സമയത്ത് ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇസ്തിരിപ്പെട്ടി എന്ന് പറയുന്ന സമയത്ത്, അതും അല്ലെങ്കിൽ ഒരു ബൾബ് എന്ന് പറയുന്ന സമയത്ത് ആ ബൾബിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൾബിൻ്റെ സ്ഥാനത്ത് നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ സിമ്പിളാണ് വരയ്ക്കുക. ഇസ്തിരിപ്പെട്ടിയുടെ സ്ഥാനത്ത് ഒരു അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ സിമ്പിളാണ് വരയ്ക്കുക. സോ സപ്പോസ് ദാറ്റ് വി ഹാവ് ആൻ ഇലക്ട്രിക് ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് ആർ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഇലക്ട്രിക് ഉപകരണം ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഉപകരണം പ്രവർത്തിക്കണമെങ്കിൽ അതിലൂടെ വൈദ്യുതി ഉണ്ടാവണം, വൈദ്യുതി ഒഴുകണം. അങ്ങനെ വൈദ്യുതി ഒഴുകണമെങ്കിൽ ഈ ഉപകരണത്തിൻ്റെ രണ്ട് അറ്റങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരറ്റം പോസിറ്റീവ് പൊട്ടൻഷ്യലും മറ്റേ അറ്റം നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കണം. നമ്മൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നതിനായിട്ട്, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് വി യൂസ് എ സെൽ. ഈ സെല്ലിന്റെ രണ്ട് ടെർമിനൽസ് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെങ്കിൽ ഈ ഉപകരണത്തിന് അക്രോസ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും വി ആണെന്ന് പറയും. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് സാധാരണ ജീവിതത്തിൽ നമ്മൾ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ടേം ഒന്നുമല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് സാധാരണ ജീവിതത്തിൽ വിളിക്കുന്ന പേരാണ്, സാധാരണക്കാരൻ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ്. വീട്ടിലെ വോൾട്ടേജ് കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീട്ടിൽ കിട്ടുന്ന KCBയിൽ നിന്ന് വീട്ടിൽ കിട്ടുന്ന വൈദ്യുതി, അതിന് രണ്ട് വയറുകളുള്ളതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ രണ്ട് വയറുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവാണ് എന്നാണ് വീട്ടിലെ വോൾട്ടേജ് കുറവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഈ ഉപകരണത്തിലൂടെ, ആ റെസിസ്റ്റൻസ് ഉള്ള ഈ ഉപകരണത്തിലൂടെ ഇപ്പോഴുള്ള കറണ്ട് I ആണ് എന്ന് വിചാരിക്കും. അപ്പം ഈ കറണ്ട് T സെക്കൻഡ് സമയത്തേക്ക്, I കറണ്ട് ഈ ഉപകരണത്തിലൂടെ പോകുന്നത് T സെക്കൻഡ് സമയത്തേക്കാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ചാർജ് ഫ്ലോയിങ് ഇൻ ദി ഇന്റർവൽ T സെക്കൻഡ്? I കറണ്ട് ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ചാർജിന്റെ അളവാണ്. ഇലക്ട്രിക് കറണ്ടിന്റെ ഡെഫിനേഷൻ അനുസരിച്ച്
കറണ്ട് ഐ എന്ന് പറഞ്ഞാൽ അത് ഈ ഉപകരണത്തിലൂടെ ഒരു സെക്കൻഡ് കൊണ്ട് അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനിലൂടെ ഒരു സെക്കൻഡ് കൊണ്ട് ഒഴുകുന്ന ചാർജാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉപകരണത്തിലെ ഒരു ക്രോസ് സെക്ഷനിലൂടെ ടി സെക്കൻഡ് കൊണ്ട് എത്ര ചാർജ് ഒഴുകുന്നുണ്ടാവും? 1 സെക്കൻഡിൽ ഒഴുകുന്ന ചാർജ് ക്യാപിറ്റൽ ഐ ആണെങ്കിൽ ടി സെക്കൻഡ് കൊണ്ട് ഒഴുകുന്ന ചാർജ് ഐ ഇൻറ്റു ടി ആണ്. അപ്പം ടി സെക്കൻഡ് കൊണ്ട് ഈ ഉപകരണത്തിലൂടെ ഐ ഇൻറ്റു ടി കൂളും ഒഴുകുന്നത്. ചാർജ് ഫ്ലോയിങ് ത്രൂ ദിസ് ഡിവൈസ് ഇൻ ടി സെക്കൻഡ് ഇസ് Q ഈക്വൽ ടു ഐ ഇൻറ്റു ടി. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥത്തിലേക്ക്, അതിന്റെ ഫിസിക്കൽ മീനിങ്ങിലേക്ക് ഒന്ന് ചെന്ന് നോക്കുക. എന്താണ് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ? രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ അതിലൊരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ തള്ളി നീക്കാൻ എത്ര വർക്ക് ചെയ്യണമോ അതിന്റെ അളവാണ്. ആരാണ് ഈ വർക്ക് ചെയ്യുന്നത്? സെല്ലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന എൻഡിൽ നിന്നും നെഗറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന എൻഡിലേക്ക് 1 കൂളം ചാർജിനെ പറഞ്ഞയക്കണമെങ്കിൽ, തള്ളി വിടണമെങ്കിൽ ദ സെൽ ഹാസ് ടു പെർഫോം എ വർക്ക് വി ജൂൾ. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്റെ മുകളിൽ ഈ സെല്ലിന് ചെയ്യേണ്ട വർക്ക് വി ജൂളാണ്. വി ജൂളാണ് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ Q കൂളമിനെ തള്ളി നീക്കാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? ദ വർക്ക് ഡൺ ബൈ ദ സെൽ ടു ട്രാൻസ്ഫർ എ ചാർജ് Q ഫ്രം one end of the conductor to the other end is given by W equal to, ഒരു കൂളമിന്റെ മുകളിൽ ചെയ്യുന്ന വർക്ക് V ആണെങ്കിൽ, 1 കൂളമിന്റെ മുകളിൽ ചെയ്യുന്ന വർക്ക് V ജൂൾ ആണെങ്കിൽ Q കൂളമിന്റെ മുകളിൽ എത്ര വർക്ക് ചെയ്യും? Q into V വർക്ക് ചെയ്യും. So work done by the cell is Q into V. Now substitute this value for Q. So what we get is W is equal to Q ന് പകരം IT കൊടുക്കുക, V into I into T. W is equal to V into I into T. അപ്പോൾ ഇതാണ് ടി സെക്കൻഡ് സമയത്തേക്ക് ഈ ഉപകരണത്തിലൂടെ വൈദ്യുതി കടത്തിവിടാൻ വേണ്ടി സെല്ല് ചെയ്യേണ്ടി വരുന്ന വർക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര വർക്ക് ചെയ്യേണ്ടി വരും? ദ വർക്ക് ഡൺ ബൈ ദ സെൽ ടു സെൻഡ് ഇലക്ട്രിക് കറന്റ് ത്രൂ ദിസ് ഡിവൈസ് ഫോർ 1 സെക്കൻഡ്. ഈ ഉപകരണത്തിലൂടെ ഒരു സെക്കൻഡ് സമയത്തേക്ക് ഇലക്ട്രിക് കറന്റ് കടത്തിവിടാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? ടി സെക്കൻഡ് സമയത്തേക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് V ഇൻറ്റു I ഇൻറ്റു ടി ആണെങ്കിൽ 1 സെക്കൻഡ് സമയത്തേക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് എത്ര? V into I into T divided by T, that is equal to V into I. That is work done by the cell to maintain electric current through this device for 1 second is V into I. ഈ ഉപകരണത്തിലൂടെ വൈദ്യുതി കടത്തിവിടാൻ വേണ്ടി സെല്ല് ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക് V into I ആണ്. സെല്ല് ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക് is defined to be equal to electric power of this circuit. ഈ സർക്യൂട്ടിന്റെ ഇലക്ട്രിക് പവർ ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. Therefore electric power of this circuit P is equal to V into I. Electric power of this circuit is P is equal to V into I. ഇനി ഈ സെല്ല് ഇതിന്റെ മുകളിൽ ഒരു സെക്കൻഡിൽ ഇതിലൂടെ വൈദ്യുതി കടത്തിവിടാൻ വേണ്ടി ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക് V into I ആണെങ്കിൽ, ഈ വർക്ക് അല്ലെങ്കിൽ ചെലവഴിക്കുന്ന എനർജി V into I ആണെങ്കിൽ, ഈ എനർജി എന്തായിട്ട് മാറ്റപ്പെടുന്നു? ഈ ഉപകരണം എന്തായിട്ടാണോ, എന്തിനുള്ള ഉപകരണമാണോ അതിനനുസരിച്ചുള്ള ഒരു എനർജിയാക്കി മാറ്റപ്പെടും. ഉദാഹരണത്തിന് ഇതൊരു ഇസ്തിരിപ്പെട്ടിയാണെങ്കിൽ ഇത്രയും ഒരു സെക്കൻഡിൽ സെല്ല് ചെയ്യുന്ന വർക്കായി V into I ആ ഒരു സെക്കൻഡ് കൊണ്ട് ഇതിലെ ഹീറ്റ് എനർജി ആക്കി കൺവേർട്ട് ചെയ്യപ്പെടും. ബൾബ് ആണെങ്കിൽ ലൈറ്റ് എനർജി പ്ലസ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇലക്ട്രിക് മോട്ടർ ആണെങ്കിൽ മെക്കാനിക്കൽ എനർജി ഒരു സെക്കൻഡിലുള്ള മെക്കാനിക്കൽ എനർജി ആയിട്ട് ഇത്രയും വർക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് ഇലക്ട്രിക് പവർ നമുക്ക് മറ്റൊരു വിധത്തിൽ കൂടി പറയാം. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ ആൻ ഇലക്ട്രിക് ഡിവൈസ് ഇൻ 1 സെക്കൻഡ്. ഒന്നുകിൽ ഇലക്ട്രിക് എനർജി സ്പെൻഡ് ബൈ ദ സെൽ ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക് കറന്റ് ത്രൂ ദിസ് ഡിവൈസ് ഇൻ 1 സെക്കൻഡ് എന്ന് പറയാം. അതാണ് ഈ സർക്യൂട്ടിലെ ഇലക്ട്രിക് പവർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എനർജി കൺസ്യൂംഡ് ബൈ ദിസ് ഡിവൈസ് ഇൻ 1 സെക്കൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ ദിസ് ഡിവൈസ് ഇൻ 1 സെക്കൻഡ് എന്ന് പറയാം. എല്ലാത്തിൻ്റെയും ഇക്വേഷൻ P is equal to V into I ആണ്. ഇനി നമ്മൾ ഓംസ് ലോ, ഈ ഇക്വേഷനകത്ത് ഓംസ് ലോയുടെ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ നമുക്ക് V is equal to R into I ആണ്. And therefore electric power P is equal to V I എന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ വിക്ക് പകരം R into I കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു I ഉണ്ട്. സോ ഇലക്ട്രിക് പവർ is equal to I square into R എന്ന് കിട്ടും. അഗെയിൻ ഈ ഐക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാന്ന് വെച്ചാൽ I is equal to, ഇത് നോക്കുക, I is equal to V divided by R ആണ്. And therefore power is equal to ഈ വിക്ക് പകരം ഈ ഐക്ക് പകരം V by R കൊടുക്കുക. സോ ഐക്ക് പകരം V by R കൊടുത്തപ്പോൾ ഓൾറെഡി ഒരു V ഉണ്ട്. സോ V into V square divided by R. So electric power കണ്ടുപിടിക്കാൻ we have 3 equations. P is equal to voltage into current, or P is equal to I square into R,
or P is equal to V squared by R. So we have three equations to calculate electric power. Now we move on to the unit of electric power. Power എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് കഴിഞ്ഞ പോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്, WATT, സിമ്പൽ ക്യാപിറ്റൽ W ആണ്. പവറിന്റെ യൂണിറ്റ് ആയ വാട്ട് ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റും വാട്ട് തന്നെയാണ്. അപ്പം വോൾട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, പവർ ഇസ് ഈക്വൽ ടു വോൾട്ട് ഇൻറ്റു കറണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. വോൾട്ട് ഇൻറ്റു കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു കറണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പവറിന്റെ യൂണിറ്റ് എന്ത് വരും എന്ന് വെച്ചാൽ വോൾട്ടേജിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ആയ വോൾട്ട് ഇൻറ്റു കറണ്ടിന്റെ യൂണിറ്റ് ആയ ആംബിയർ വരും. സിമ്പിൾ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് ആയ വാട്ട് എന്ന് പറയുന്നത് വോൾട്ട് ഇൻറ്റു ആംബിയർ ആണ്. വോൾട്ട് ഇൻറ്റു ആംബിയർ ആണ്. സോ വോൾട്ട് ഇൻറ്റു ആംബിയർ ഈസ് നോൺ ആസ് വാട്ട്, ഇലക്ട്രിസിറ്റിയിലെ പവറിന്റെ യൂണിറ്റ്. ഇനി യന്ത്രങ്ങളുടെയൊക്കെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പവർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ഹോഴ്സ് പവർ എന്ന് പറയും, കുതിരശക്തി. സോ 1 ഹോഴ്സ് പവർ ഈക്വൽ ടു 746 വാട്ട്. ഒരു കൺവേർഷൻ ആണ്. ഇത് SI യൂണിറ്റ് അല്ല, SI യൂണിറ്റ് വാട്ട് ആണ്. ഇത് യന്ത്രങ്ങളുടെയൊക്കെ പവർ കണ്ടുപിടിക്കാനായിട്ട്, പവർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ. 1 ഹോഴ്സ് പവർ ഈക്വൽ ടു 746 വാട്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? പവർ ഓഫ് എ ഡിവൈസ് ഓർ പവർ ഇൻ എ സർക്യൂട്ട് P is equal to V into I ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്കാണ് പവർ എന്ന് പറയും. ഈ സർക്യൂട്ടിലൂടെ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ല് ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക്, അല്ലെങ്കിൽ കറണ്ട് ഈ സർക്യൂട്ടിലുള്ള സമയത്ത് ഈ ഉപകരണം ഒരു സെക്കൻഡിൽ ചെലവഴിക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ അളവാണ് പവർ, V into I എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ T സെക്കൻഡ് സമയത്തേക്ക് ഈ ഉപകരണം എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ T സെക്കൻഡ് സമയത്തേക്ക് ഈ സെല്ല് എത്ര എനർജി ചെലവഴിക്കുന്നുണ്ടാവും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ്, ഒരു സെക്കൻഡിൽ ചെലവഴിക്കുന്ന എനർജി P ആണെങ്കിൽ T സെക്കൻഡിൽ എത്ര, P into T ആണ്. സോ ഇതിനെയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി W, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ E ഈക്വൽ ടു P into T. Pക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക V into I into T. ഇത് തൊട്ട് മുമ്പേ നമ്മൾ പവറിന്റെ ഇക്വേഷനിലേക്ക് എത്തുന്ന സമയത്തും ഈ ഇക്വേഷനിലൂടെ കടന്നു പോയിരുന്നു. work done by the cell is equal to V into I into T എന്നുള്ള ഇക്വേഷനിലൂടെ കടന്നു വരും. ഇനി V into I പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. V into Iക്ക് പകരം I square into R നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ W is equal to V into Iക്ക് പകരം I square R എന്ന് കൊടുക്കുക. സോ I square into R into T. അഗൈൻ V into Iക്ക് പകരം V square by R നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ V into Iക്ക് പകരം V square by R നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അഗൈൻ W, work done by the device or energy, electrical energy consumed by this circuit in T second is given by VI ക്ക് പകരം V squared by R കൊടുക്കുക, V squared by R into T. സോ ഇലക്ട്രിക്കൽ എനർജി കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷനുകൾ ഇതാ. ഒരു പർട്ടിക്കുലർ T സമയം കൊണ്ട് ഒരു R റെസിസ്റ്റൻസ് ഉള്ള ഉപകരണം, I കറണ്ട് അത് കൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി is given by W equal to I square RT, or W equal to V square by R into T, or W is equal to V into I into T. ഇനി ഈ T സമയത്തേക്ക് ഈ ഉപകരണം കൺസ്യൂം ചെയ്യുന്ന ഇത്രയും ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഉപകരണം എന്നതിനനുസരിച്ചിരിക്കും. ഇതൊരു പ്യുവർ റെസിസ്റ്റർ ആണെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുക. എന്ന് വെച്ചാൽ T സെക്കൻഡ് കൊണ്ട് ആ ഉപകരണത്തിൽ I square RT എന്ന് പറയുന്ന അത്രയും ഹീറ്റ് എനർജി ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതൊരു ബൾബോ മറ്റോ ആണെങ്കിൽ, ഫിലമെന്റ് ഉപയോഗിക്കുന്ന ബൾബോ മറ്റോ ആണെങ്കിൽ അതിനകത്ത് ഹീറ്റ് എനർജി മാത്രമല്ല ഉണ്ടാവുക, ലൈറ്റ് എനർജി കൂടി ഉണ്ടാവും. മെക്കാനിക്കൽ ഡിവൈസ് ആയ ഇലക്ട്രിസിറ്റിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഇലക്ട്രിക് മോട്ടറാണ് ഇതെങ്കിൽ അത് ഇത്രയും എനർജി എന്ന് പറയുന്നത് T സെക്കൻഡ് കൊണ്ട് ഉണ്ടായ T സെക്കൻഡ് കൊണ്ട് കൺവേർട്ട് ചെയ്യപ്പെട്ട ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കൺവേർട്ട് ചെയ്യപ്പെട്ട മെക്കാനിക്കൽ എനർജി ആണെന്ന് പറയും. എന്താ ഇനി എനർജിയുടെ യൂണിറ്റ് എന്താ? എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുമ്പേ അറിയാവുന്ന ജൂൾ തന്നെയാണ്. അപ്പോൾ ഇത്രയും ഭാഗത്തിന്റെ V into Iയുടെ യൂണിറ്റ് വാട്ടാണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതുകൊണ്ട് ജൂൾ ഇസ് ഈക്വൽ ടു വാട്ട് ഇൻറ്റു സെക്കൻഡ് ആണ്. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ജൂൾ ഇസ് ഈക്വൽ ടു വാട്ട് ഇൻറ്റു സെക്കൻഡ്. ഇനി കമേഴ്സ്യൽ ആയിട്ട് ഇലക്ട്രിസിറ്റി വിൽക്കുന്നൊക്കെ സമയത്ത്, എന്താ കമേഴ്സ്യൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ പണം നൽകിയിട്ട് നമുക്ക് തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് KSEBിയിൽ നമ്മൾ വൈദ്യുതി വാങ്ങുന്ന സമയത്ത് അതിന്റെ യൂണിറ്റ് ജൂളിലൊന്നല്ല പറയാറുണ്ട്, കിലോ വാട്ട് അവർ എന്ന് പറയുന്ന കിലോ വാട്ട് അവർ KWH, W ക്യാപിറ്റലാണ്, വാട്ടിന്റെ W ആണ്. കിലോ വാട്ട് അവർ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്
പവർ എനർജിയുടെ യൂണിറ്റ്, നോട്ട് പവറിന്റെ യൂണിറ്റ് അല്ല, എനർജിയുടെ യൂണിറ്റ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ അതെന്താണെന്ന് മനസ്സിലാക്കുകയാണ്. 1 kWh ഇതിനകത്ത് തന്നെ ഉണ്ട് 1 kWh. അപ്പോൾ നിങ്ങൾ നോക്കൂ, വാട്ട് പവറിന്റെ യൂണിറ്റ് ഇൻറ്റു ടൈമിന്റെ യൂണിറ്റ് ആണ് എനർജിയുടെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ 1 kWh എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ അത് പവറിന്റെ യൂണിറ്റ് ഇൻറ്റു ടൈമിന്റെ യൂണിറ്റ് ആണ്. ഇവിടെ പവറിന്റെ യൂണിറ്റ് എന്താ വന്നിരിക്കുന്നത്? കിലോ വാട്ട് വന്നിട്ടുണ്ട്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡിന് പകരം മണിക്കൂറാണെന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഇത് SI യൂണിറ്റ് അല്ല. 1 kWh എന്ന് പറയുന്ന കമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി നമ്മൾ SI മാറ്റി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുന്നതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 kWh ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 1 kWh ഈക്വൽ ടു 1 kilowatt into 1 hour. 1 kilowatt into 1 hour. So what is kilo? 1000. So 1 kilowatt എന്നുള്ളതിന് പകരം കിലോവാട്ടിന്റെ സ്ഥാനത്ത് നമ്മൾ 1000 എന്ന് എഴുതി. സോ 1000 വാട്ട് ഇൻറ്റു 1 hour. അവറിനെ സെക്കൻഡ് ആക്കി മാറ്റാം. 60 മിനിറ്റ് ഉണ്ട്, ഓരോ മിനിറ്റിലും 60 സെക്കൻഡ് ഉണ്ട്. സോ 60 ഇൻറ്റു 60 ഇത്രയും സെക്കൻഡ് ആക്കി മാറ്റാം. Now this is equal to 3.6 into 10⁶ സെക്കൻഡ് ഇൻറ്റു വാട്ട്. വാട്ട് ഇൻറ്റു സെക്കൻഡ് നേരത്തെ ജൂളാ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇവിടെ വാട്ട് ഉണ്ട്, ഇവിടെ സെക്കൻഡ് ഉണ്ട്. സോ ഇത്രയും ജൂൾ. സോ 1 kWh is equal to 1 kWh is equal to 3.6 into 10⁶ ജൂൾ. ഇനി എപ്പോഴാണ് 1 kWh എനർജി കൺസ്യൂം ചെയ്യപ്പെടുക? ഈ 1 kWh നമ്മൾ സാധാരണ 1 യൂണിറ്റ് എന്ന് വിളിക്കാറുണ്ട്. വൈദ്യുതിയുടെ വിലയൊക്കെ പറയാറുള്ളത് യൂണിറ്റായി, അല്ലെങ്കിൽ വൈദ്യുതി നമ്മുടെ വീട്ടിൽ 100 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചെന്നാണ് പറയാം. അപ്പോൾ ഒരു മാസം ഒരു വീട്ടിന് ഏത് ഉപകരണത്തിന്റെ പവറിനെയാണ് 1 കിലോവാട്ട്, ഏത് ഉപകരണത്തിന്റെ എനർജിയാണ്, ഏത് ഉപകരണം കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ് 1 kWh എന്ന് വിളിക്കുന്നത്? 1000 വാട്ട് എന്ന് വെച്ചാൽ 1 kilowatt പവറുള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ കൊണ്ട് ചെലവഴിക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ് 1 kWh എന്ന് വിളിക്കുന്നത്. 1 kWh means 1000 watt. 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ കൊണ്ട് ചെലവഴിക്കുന്ന എനർജിയാണ്, ഇലക്ട്രിക്കൽ എനർജിയാണ് 1 kWh അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 500 വാട്ടുള്ള ഒരു ഉപകരണം, 500 വാട്ടുള്ള ഒരു ഉപകരണം നമ്മുടെ വീട്ടിലെ മിക്സി ഏകദേശം 500 വാട്ട് 550 വാട്ടൊക്കെയാണ് സാധാരണ മിക്സി ഉണ്ടാവുക. അതിൽ കൂടുതലുണ്ട്, അതിൽ കുറവുള്ളതുകൊണ്ട് 500 വാട്ട് പവറുള്ള ഒരു മിക്സി എത്ര മണിക്കൂർ വർക്ക് ചെയ്താലാണ് 1 kWh അല്ലെങ്കിൽ 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുക? 2 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ 500 വാട്ടാണ് പവറെങ്കിൽ ഈ ഉപകരണം 2 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 kWh എനർജി കൺസ്യൂം ചെയ്തു എന്ന് പറയാം. 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം എത്ര സമയം വർക്ക് ചെയ്യേണ്ടി വരും? 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം എന്ന് വെച്ചാൽ 1 kilowatt പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ വർക്ക് ചെയ്താൽ 1 kWh എനർജി കൺസ്യൂം ചെയ്തു എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയി ആയിരിക്കും. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്യൂസ് വയർ. ഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഉരുകി പോവുക. അപ്പോൾ നമ്മളെ വീട്ടിൽ KSEB നിന്ന് വൈദ്യുതി കിട്ടുന്നുണ്ട്. ഇത് KSEB നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സപ്ലൈ ചെയ്യാൻ വിചാരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളുടെ വീട്ടിലേക്ക് വൈദ്യുതിയുടെ സപ്ലൈ തന്നിട്ടുണ്ട്. വീട്ടിലേക്ക് വൈദ്യുതിയുടെ സപ്ലൈ 2 വയറുകൾ ഉണ്ടാവും. വൈദ്യുതിയുടെ സപ്ലൈ, ഒരു വയർ ഹയർ പൊട്ടൻഷ്യലും മറ്റേ വയർ ലോവർ പൊട്ടൻഷ്യലുമാണ് ഉണ്ടാവും. ഈ ഹയർ പൊട്ടൻഷ്യലുള്ള വയറിൻ്റെ മുകളിൽ ഇൻസുലേഷനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഒരാൾ സ്പർശിച്ചെന്ന് വിചാരിക്കുക. ആക്സിഡൻ്റലായിട്ട് ഒരു ഇൻസുലേഷനൊക്കെ നഷ്ടപ്പെട്ട ഹയർ പൊട്ടൻഷ്യൽ ഉള്ള വയർ ഒരാൾ സ്പർശിച്ചെന്ന് വിചാരിക്കുക. അപ്പം ഈ ഭൂമി ലോവർ പൊട്ടൻഷ്യലാണ്. ട്രാൻസ്ഫോമറിനകത്ത് വെച്ചിട്ട്, ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ നെഗറ്റീവ് പൊട്ടൻഷ്യലുള്ള വയറും ഭൂമിയും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭൂമി ലോവർ പൊട്ടൻഷ്യലാണ്, ഇയാൾ പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഹയർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇയാളുടെ ശരീരത്തിൻ്റെ ഒരു പോയിന്റ് കൈ ഹയർ പൊട്ടൻഷ്യലും കാലുകൾ നിലത്ത് തട്ടിയിരിക്കുകയാണെങ്കിൽ ലോവർ പൊട്ടൻഷ്യലുമാണ്. അതുകൊണ്ട് ഇയാളുടെ ശരീരത്തിലൂടെ വൈദ്യുതി ഒഴുകും. വൈദ്യുതി ഒഴുകി കഴിഞ്ഞാൽ അയാൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കും, മരിക്കുന്നൊക്കെ നമുക്കറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ അതെങ്ങനെയാണ്? ഇയാൾക്ക് ഷോക്ക് ഏൽക്കുന്ന സമയത്ത് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെടും. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇയാൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ഉപകരണത്തിലേക്ക്, അല്ലെങ്കിൽ ഇയാൾ ഏത് ഉപകരണത്തിലേക്കുള്ള വയറാണോ ഇയാൾ സ്പർശിച്ചത് ആ ഉപകരണത്തിലേക്ക് വൈദ്യുതി നേരിട്ട് കൊടുക്കുന്നതിന് പകരം ഒരു ഫ്യൂസ് വയറിലൂടെ കൊടുക്കാമെന്ന് വിചാരിക്കും. ഒരു ഫ്യൂസ് വയറിലൂടെ. അപ്പോൾ ഇയാൾ ഒരു ഉപകരണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഉപകരണത്തിൻ്റെ പ്ലഗിൻ്റെ വയറിനാണ് ഇൻസുലേഷൻ തകരാറുള്ളത്.
അപ്പോൾ അയാൾ അതിനെ സ്പർശിച്ചു, ഇൻസുലേഷൻ തകരാറുള്ള വയറിനെ സ്പർശിച്ചു. അയാളുടെ കൈ ഇപ്പോൾ ഹയർ പൊട്ടൻഷ്യലാണ്, നിലത്ത് കാല് സ്പർശിച്ച് നിൽക്കുകയാണെന്ന് വെച്ചാൽ കാല് ലോവർ പൊട്ടൻഷ്യലാണ്. ഇയാളുടെ ശരീരത്തിൽ കൂടെ വൈദ്യുതി ഒഴുകും. അത് ഈ ഉപകരണം പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതിയേക്കാൾ കൂടുതൽ ഒഴുകും. കാരണം ഇപ്പോൾ ഈ ഉപകരണത്തിലൂടെ മാത്രമല്ല വൈദ്യുതി ഒഴുകുന്നത്, ഇയാളുടെ ശരീരത്തിൽ കൂടി ഒഴുകുന്നുണ്ട്. അപ്പം ഈ സർക്യൂട്ട് കൂടെ, ഈ ഫ്യൂസ് വയർ ഘടിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടിലൂടെ ഇപ്പം അതിലൂടെ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഒഴുകാൻ തുടങ്ങും. അപ്പം നമ്മൾ തൊട്ട് മുമ്പേ മനസ്സിലാക്കി, ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഉള്ള വയറാണ്. അപ്പോൾ അതിനകത്ത് കൂടെ ടി സെക്കൻഡ് സമയത്തേക്ക് അതിനകത്ത് കൂടി വൈദ്യുതി കടത്തി വിട്ടാൽ വൈദ്യുതി പോയി ഐ കറണ്ടാണ് ഒഴുകുന്നത് വിചാരിക്കുക. ആർ റെസിസ്റ്റൻസ് ഫ്യൂസ് വയർ ഉണ്ടെന്ന് വിചാരിക്കുക. ടി സെക്കൻഡ് സമയത്തേക്കാണ് ഈ ഫ്യൂസ് വയർ ഉൾപ്പെടുന്ന ഈ സർക്യൂട്ടിലൂടെ വൈദ്യുതി ഒഴുകുന്നത് വിചാരിക്കുക. അപ്പോൾ ഫ്യൂസ് വയർ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അത് അതിലൂടെ ഒഴുകുന്ന ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് ആക്കി മാറ്റും. ആ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നേരത്തെ മനസ്സിലാക്കിയതാണ് H=I²RT. അപ്പം കുറച്ച് സമയം ഒഴുകാൻ പാടും, കാരണം അയാൾ രക്ഷപ്പെടണം. കുറച്ച് സമയം ഒഴുകുമ്പോഴത്തേക്ക് നല്ല ഹീറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കമ്പി ഉരുകാൻ മാത്രം ഹീറ്റ് കിട്ടും. ആ കമ്പി ഉരുകാൻ മാത്രം ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്ക്. ആ കമ്പി ഉരുകി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് അത് കൂടെ പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഇയാൾ രക്ഷപ്പെടണമെങ്കിൽ ഈ ഫ്യൂസ് വയർ എന്ന് പറയുന്ന ആൾക്ക് വേണ്ട പ്രോപ്പർട്ടി കുറച്ച് സമയം കൊണ്ട്, കൂടുതൽ സമയം ഒഴുകുമ്പോൾ കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകും. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യണം. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കണം. അപ്പോൾ ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കുന്ന വയറിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കണം, ടൈം കുറവായിരിക്കണം, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. എന്നാൽ പെട്ടെന്ന് ഹീറ്റ് ഉണ്ടാവും. പക്ഷെ ഹീറ്റ് നല്ലോണം ഉണ്ടായിട്ട് ഇത് ഉരുകി പോകുന്നില്ലെങ്കിലും പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് വേണം? മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പോൾ ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കുന്ന വയറിന് റെസിസ്റ്റൻസ് കൂടുതൽ വേണം, എന്നാൽ മാത്രമേ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുള്ളൂ. കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണമെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കണം. അപ്പോൾ ഹീറ്റ് അത്യാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇയാൾ ഉരുകിപ്പോയി കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ കൂടെ ഒഴുകുന്ന വൈദ്യുതി നിലച്ചു, അതോടുകൂടി അയാൾ രക്ഷപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീടുകളിൽ നിന്ന് മാത്രമല്ല വൈദ്യുതി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു സേഫ്റ്റി മെഷർ എന്നുള്ള നിലയ്ക്ക് ഫ്യൂസ് വയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്യൂസ് വയറിന് അത്യാവശ്യം വേണ്ട പ്രോപ്പർട്ടികളാണ് ഹൈ റെസിസ്റ്റൻസും ലോ മെൽറ്റിംഗ് പോയിന്റ്. ഹൈ റെസിസ്റ്റൻസും വേണം, ലോ മെൽറ്റിംഗ് പോയിന്റും വേണം. ഹൈ റെസിസ്റ്റൻസ് എന്തിനാണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് എന്തിനാണെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. ഓക്കെ.